ആധുനിക നാവിക ചരിത്രത്തിലെ ഏറ്റവും അത്യാധുനികവും ചെലവേറിയതുമായ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ USS ജെറാൾഡ് ആർ ഫോർഡിൽ മിഡിൽ ഈസ്റ്റ് വിന്യാസത്തിനിടെയുണ്ടായ വൻ തീപിടുത്തത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ഈ യുദ്ധക്കപ്പലിലുണ്ടായ നാശനഷ്ടങ്ങൾ പെന്റഗണും US നാവികസേനയും ആദ്യം പുറത്തുവിട്ടതിനേക്കാൾ എത്രയോ ഇരട്ടി ഗുരുതരമായിരുന്നു എന്നാണ് CNN ഇപ്പോൾ പുറത്തുവിട്ട കപ്പലിനകത്തെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കപ്പലിലെ ജീവനക്കാരുടെ ഉറക്കമുറികൾ ഉൾപ്പെടെയുള്ള പല സുപ്രധാന ഭാഗങ്ങളും തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിയമർന്ന നിലയിലാണ്. ഇറാനെതിരെയുള്ള അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെ ഭാഗമായി ചെങ്കടൽ അതീവ ജാഗ്രതയോടെ വിന്യസിച്ചിരുന്ന സമയത്താണ് കപ്പലിൽ ഈ അപകടമുണ്ടാകുന്നത്. മാർച്ച് 12-ന് കപ്പലിന്റെ പ്രധാന അലക്കുശാലയിൽ നിന്നാണ് തീ പടർന്നത്. തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ കപ്പൽ പൂർണ്ണ സജ്ജമാണെന്നും നാശനഷ്ടങ്ങൾ നിസ്സാരമാണെന്നുമായിരുന്നു US നാവികസേനയുടെ ഔദ്യോഗിക പത്രക്കുറിപ്പ്. എന്നാൽ പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആഗോള പ്രതിരോധ രംഗത്ത് അമേരിക്ക വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കപ്പലിനകത്തെ ദൃശ്യങ്ങളിൽ നാവികർ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ബങ്കുകൾ കരിഞ്ഞുണങ്ങി ഇരുമ്പ് അസ്ഥികൂടങ്ങൾ പോലെ ഉരുക്കി തീർന്നതായി കാണാം. മേൽക്കൂരകൾ പൂർണ്ണമായും തകരുകയും കപ്പലിന്റെ ഉള്ളിലെ ഇലക്ട്രിക്കൽ വയറിങ്ങുകൾ ഉരുക്കി ഒലിക്കുകയും ചെയ്തിട്ടുണ്ട്. കപ്പലിലെ ഭിത്തികളും തറയും പൂർണ്ണമായും കരിയും ചാരവും കൊണ്ട് മൂടിയ അവസ്ഥയിലാണ്. ഈ ദൃശ്യങ്ങൾ ഒരു യുദ്ധക്കപ്പലിന് തീപിടിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും ഭീകരമായ അവസ്ഥയാണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് കപ്പൽ തന്നെ നഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതിയത്. ഒന്നെങ്കിൽ പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള വഴി എന്നാണ് കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു നാവികൻ CNN-നോട് വെളിപ്പെടുത്തിയത്. കപ്പലിലെ അത്യാധുനിക ഓട്ടോമാറ്റിക് ഫയർ സപ്രഷൻ സിസ്റ്റം കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയതെന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നുണ്ട്. സ്വയം പ്രവർത്തിക്കേണ്ട സംവിധാനങ്ങൾ പണിമുടക്കിയതോടെ നാവികർക്ക് നേരിട്ട് തീയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ഏകദേശം 30 മണിക്കൂറിലധികം നീണ്ട കഠിനമായ പോരാട്ടത്തിനൊടുവിലാണ് നാവികർക്ക് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ഇത്രയും വലിയൊരു സൂപ്പർ കാരിയർ ഇത്രയധികം സമയം തീ പടർന്നു പിടിച്ചത് കപ്പലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പുക ശ്വസിച്ച് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായ 200ഓളം നാവികർക്കാണ് കപ്പലിൽ വെച്ച് തന്നെ അടിയന്തര വൈദ്യസഹായം നൽകേണ്ടി വന്നത്. ഈ ഭീകരമായ അപകടത്തെ തുടർന്ന് കപ്പലിലെ 600ഓളം നാവികർക്ക് തങ്ങളുടെ താമസ സ്ഥലവും കിടക്കകളും പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കപ്പലിലെ മേശപ്പുറത്തും തറയിലുമൊക്കെയാണ് ദിവസങ്ങളോളം ഈ നാവികർക്ക് ഉറങ്ങേണ്ടി വന്നത്. പ്രധാന അലക്കുശാല കത്തിയമർന്നതിനാൽ ദിവസങ്ങളോളം കപ്പലിലെ ജീവനക്കാർക്ക് വസ്ത്രങ്ങൾ കഴുകാൻ പോലും സാധിക്കാത്ത കടുത്ത പ്രതിസന്ധിയും നേരിടേണ്ടി വന്നു. അപകടത്തെ തുടർന്ന് കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളുടെ പറക്കൽ 2 ദിവസത്തേക്ക് പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നിരുന്നുവെന്ന് ചീഫ് ഓഫ് നാവിക ഓപ്പറേഷൻസ് അഡ്മിറൽ ഡാരിൽ കോഡിൽ പിന്നീട് സമ്മതിച്ചു. യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു വിമാനവാഹിനി കപ്പലിന്റെ പറക്കൽ സംവിധാനങ്ങൾ താൽക്കാലികമായി പോലും സ്തംഭിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് തന്ത്രപരമായ വലിയൊരു തിരിച്ചടിയാണ്. തുടർന്ന് കപ്പൽ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി ഗ്രീസിലെ സൂഡ ബേ തുറമുഖത്തേക്ക് മാറ്റുകയാണുണ്ടായത്. ഏകദേശം $13 ബില്യൺ അതായത് 1 ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപ ചെലവഴിച്ച് നിർമ്മിച്ച USS ജെറാൾഡ് ആർ ഫോർഡിൽ ഇത്തരമൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് പെന്റഗണിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. കപ്പലിലെ ഡിസൈനിലെ പാളിച്ചകളാണോ അതോ മെയിന്റനൻസിൽ വന്ന കുറവാണോ ഇതിന് കാരണമെന്നതിനെ കുറിച്ച് നാവികസേന ഇപ്പോൾ ഉന്നതതല അന്വേഷണം നടത്തിവരികയാണ്. അത്യാധുനിക ഇലക്ട്രോ മാഗ്നറ്റിക് ലോഞ്ച് സംവിധാനങ്ങളുള്ള ഈ കപ്പലിലെ അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയം വലിയ വിമർശനങ്ങൾക്കാണ് വഴി തുറക്കുന്നത്. ഈ തീപിടുത്തത്തിന് പുറമെ കപ്പലിലെ ടോയ്ലറ്റ് പ്ലംബിംഗ് സംവിധാനങ്ങൾ വിന്യാസത്തിനിടെ നിരന്തരമായി തകരാറിലായതും നാവികരെ കടുത്ത ദുരിതത്തിലാക്കിയിരുന്നു. കപ്പലിന്റെ മുൻഭാഗത്തുള്ള നാവികർക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കപ്പലിന്റെ ഏറ്റവും പിൻഭാഗം വരെ നടക്കേണ്ടി വരുന്ന അവസ്ഥ വരെ ഉണ്ടായി. 11 മാസത്തോളം നീണ്ട റെക്കോർഡ് വിന്യാസമാണ് കപ്പലിനുണ്ടായിരുന്നത്. നീണ്ട നാളത്തെ നിരന്തരമായ ഉപയോഗം കപ്പലിന്റെ മെയിന്റനൻസ് സൈക്കിളുകളെ ബാധിച്ചതാകാം ഈ തകരാറുകൾക്ക് കാരണമെന്നാണ് നിഗമനം. കപ്പലിന്റെ ആണവ പ്രൊപ്പൻഷൻ പ്ലാന്റിന് തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. എങ്കിലും കപ്പലിന്റെ ഉള്ളിലുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വലിയ തോതിലുള്ള അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. നിലവിൽ അമേരിക്കയിലെ വിർജീനിയയിലുള്ള ഹോം പോർട്ടിൽ തിരിച്ചെത്തിച്ചിരിക്കുന്ന കപ്പൽ വീണ്ടും കടലിലിറങ്ങാൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും എടുത്തേക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന ഈ നിർണായകമായ സാഹചര്യത്തിൽ
യുഎസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് കാരിയർ യുദ്ധരംഗത്ത് നിന്ന് ഇത്രയും ദീർഘകാലത്തേക്ക് മാറി നിൽക്കേണ്ടി വരുന്നത് അമേരിക്കയുടെ സമുദ്ര മേധാവിത്വത്തിന് ഏൽക്കുന്ന വലിയൊരു പ്രഹരമാണ്. ലോകത്തിന് മുൻപിൽ അമേരിക്ക പ്രൊജക്ട് ചെയ്യുന്ന സൈനിക അപ്രമാദിത്വത്തിന്റെ പ്രൗഢിക്ക് ഈ ഒരു സംഭവം ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. കപ്പലിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ആഗോള പ്രതിരോധ ലോകം.